بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. اللهم اغفر لنا خطيئتنا وجهلنا وإسرافنا في أمرنا. اللهم اغفر لنا جدنا وهزلنا وخطأنا وعمدنا وكل ذلك عندنا. اللهم اغفر لنا ما قدمنا وما أخرنا وما أسررنا وما أعلنا وما أنت أعلم به منا. أنت إلهنا وأنت على كل شيء قدير. أما بعد. സഹോദരങ്ങളെ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്ൻ തൈമിയ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ഏറെ മഹത്തരമായ അഹ്ലുസുന്നത്തിൻ്റെ ഇസ്ലാമിൻ്റെ തനതായ പാതയിൽ നിലകൊണ്ടവരുടെ അഖീദ വിവരിക്കുന്ന റിസാലയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിലും സുന്നത്തിലുമായി ജീവിക്കാനും അതേ പാതയിൽ മരിക്കുവാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല മരണം വരെ നമ്മുടെ ഹൃദയങ്ങളെ അവൻ്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. അവനെ അനുസരിക്കുന്നതിലേക്ക്, അവൻ്റെ താഅത്തിലേക്ക് എപ്പോഴും റബ്ബ് നമ്മുടെ ഹൃദയങ്ങളെ തിരിച്ചുവിടുമാറാകട്ടെ. ആമീൻ. സഹോദരങ്ങളെ, ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ലാഹ് ഈ റിസാലയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ആരംഭിച്ചതിനു ശേഷം പറയുകയാണ്: അൽഹംദുലില്ലാഹില്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലഹ് വകഫാ ബില്ലാഹി ഷഹീദാ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാകുന്നു എല്ലാ സ്തുതിയും. അല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്, ഏതൊരുവനാണോ, ഏതൊരു റബ്ബാണോ അർസല നിയോഗിച്ചത് റസൂലഹു അവൻ്റെ റസൂലിനെ, ബിൽ ഹുദാ വദീനിൽ ഹഖ് ഹുദയുമായി, വദീനിൽ ഹഖ് ഹക്കായ സത്യമായ ദീനുമായി, സന്മാർഗവും സത്യദീനുമായി അവൻ്റെ ദൂതരെ നിയോഗിച്ച അല്ലാഹുവിനാകുന്നു എല്ലാ സ്തുതിയും. ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലഹ്, എല്ലാ ദീനുകൾക്കുമേലും സർവ്വമതങ്ങൾക്കും മേലും അള്ളാഹു അവൻ്റെ ദീനിനെ അതിജയിപ്പിക്കുവാൻ വേണ്ടി, അതിനാണ് അവൻ അവൻ്റെ റസൂലിനെ നിയോഗിച്ചത്. വകഫാ ബില്ലാഹി ഷഹീദ, ഷഹീദായി, സാക്ഷിയായി അള്ളാഹു തന്നെ മതിയായവനാണ്. നോക്കൂ, ഈ വാചകം ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ലാഹ് അദ്ദേഹം എടുത്തിട്ടുള്ളത് പരിശുദ്ധ ഖുർആനിൽ നിന്നാണ്. ഇതിന് ഇഖ്തിബാസ് എന്ന് പറയും. അഥവാ ഖുർആനിൽ നിന്ന് ചില വാചകങ്ങൾ അത് ഖുർആനിൽ നിന്നാണ് എന്ന് പറയാതെ ചില മാറ്റങ്ങളോടെ ഉദ്ധരിക്കുക. ചില മാറ്റങ്ങൾ ആ വാചക ഘടനയിൽ ഉണ്ടാകും. ഖുർആനിൽ ആണ് എന്ന് പറയുകയില്ല, കാരണം അത് ഖുർആനിൽ ഉള്ളത് അതേപോലെയല്ല ഉദ്ധരിക്കുന്നത്, മറിച്ച് ഖുർആനിലെ പദങ്ങൾ കടം കൊണ്ട് പറയുകയാണ്. അങ്ങനെയുള്ള പ്രയോഗങ്ങൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലുണ്ട്. അത് അറബി ഭാഷയിലെ പ്രയോഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധാരാളം ഹദീസുകളിൽ അത് വന്നിട്ടുണ്ട്. ഇഖ്തിബാസ് എന്നാണ് പറയുക. ഖബസ് എന്നാൽ എന്താണ് അർത്ഥം? ഒരു വെളിച്ചം, ഒരു തീപ്പന്തം, അതിന് ഖബസ് എന്ന് പറയും. യഖ്തബസ എന്ന് പറഞ്ഞാൽ ഒരു വെളിച്ചത്തിൽ നിന്നൊരൽപ്പം ഇങ്ങെടുക്കുക, ഒരു തീയിൽ നിന്നൊരൽപ്പം തീ കൊളുത്തിയെടുക്കുക, അതിന് ഇഖ്തബസ എന്ന് പറയും. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം: ഉൻദുറൂന നഖ്തബിസ് മിൻ നൂരിക്കും. നാളെ പരലോകത്ത് മുനാഫിഖുകൾ അവരുടെ വെളിച്ചം സറാത്ത് പാലത്തിനു മുകളിൽ വെച്ച് കെട്ടുപോയാൽ മുഅ്മിനുകളോട് പറയും, ഞങ്ങളെ ഒന്ന് നോക്കൂ, നഖ്തബിസ് മിൻ നൂരിക്കും, നിങ്ങളുടെ വെളിച്ചത്തിൽ നിന്ന് ഞങ്ങളൊരൽപ്പം എടുത്തോട്ടെ. ആ പദമാണ് ഇഖ്തിബാസ് എന്ന പദം, അഥവാ കൊളുത്തിയെടുക്കുക, വലിയ വെളിച്ചത്തിൽ നിന്ന് ഒരൽപ്പം വെളിച്ചം എടുക്കുക. ഭാഷയിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യമാണ്. ഖുർആനിൽ നിന്ന് ഇങ്ങനെ എടുക്കുക, ഒരൽപ്പം ആ പദപ്രയോഗം കടം കൊള്ളുക, അതിനൊന്നാണിത്.
അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാകുന്നു എല്ലാ സ്തുതിയും. എന്നിട്ട് ആ റബ്ബിനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? അല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലഹ് വകഫാ ബില്ലാഹി ഷഹീദ. ആദ്യം അള്ളാഹുവിന് സ്തുതി പറയുന്നു, അള്ളാഹുവിന് ഹംദ് പറയുന്നു. റബ്ബിൻ്റെ ഹംദ് കൊണ്ട് പ്രസംഗങ്ങളും അതുപോലെ എഴുത്തുകളും ആരംഭിക്കുക എന്നത് മുൻ മാതൃകയുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസംഗങ്ങളെക്കുറിച്ച് കാണാം, അവിടുന്ന് അള്ളാഹുവിനെ സ്തുതിച്ചു, അവനെ പുകഴ്ത്തി. അതുപോലെ ധാരാളം ഗ്രന്ഥങ്ങളിൽ അങ്ങനെയുണ്ട്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫാത്തിഹയിൽ തുടക്കത്തിൽ എന്തുണ്ട്? ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹുവിനെ ഹംദ് ചെയ്യുക അവനേറെ ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, അമാ ഇന്ന റബ്ബക്കും യുഹിബ്ബുൽ മഹാമിദ്. നിങ്ങളുടെ റബ്ബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റബ്ബക യുഹിബ്ബുൽ മഹാമിദ് ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്റെ റബ്ബ് അവനെ സ്തുതിച്ചു പറയുന്ന വാചകങ്ങൾ ഇഷ്ടപ്പെടുന്നവനാണ്. അവനെ സ്തുതിച്ചു പറയുന്ന വാചകങ്ങൾ ഇഷ്ടപ്പെടുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ ഹംദ് ഇഷ്ടപ്പെടുന്നവനാണ്. അവൻ്റെ ഹംദിന് തുലാസിലേറെ ഭാരമുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽഹംദുലില്ലാഹ് തംലഉൽ മീസാൻ. നാളെ പരലോകത്തെ മീസാൻ നിറക്കുന്ന പ്രവർത്തനമാണെന്ത്? അൽഹംദുലില്ലാഹ് എന്ന വാക്ക്. നമുക്ക് എത്ര എളുപ്പമുള്ള വാക്കാണ് അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ. എന്ത് പ്രയാസമുണ്ട്? ഒരു പ്രയാസമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ആ വാക്ക് നീ പറഞ്ഞാൽ ആകാശഭൂമികളെ തൂക്കാൻ മാത്രം വലിപ്പമുള്ള തുലാസ് നിറയും. പരലോകത്തെ തുലാസ് എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ആകാശങ്ങളെയും ഭൂമിയെയും അതിൽ തൂക്കിയിരുന്നുവെങ്കിൽ ഇത് തൂങ്ങും. അതിനെ പോലും തൂക്കാൻ സാധിക്കുന്ന തുലാസാണ്. അതോടൊപ്പം അത് കൃത്യവുമാണ്. ആ തുലാസിൽ തൂങ്ങാൻ മാത്രം ഉണ്ടാകും അൽഹംദുലില്ലാഹ് എന്ന് പറയുക. അതുകൊണ്ട് ആ ഹംദ് ധാരാളമായി വർദ്ധിപ്പിക്കുക. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ സ്മരിക്കുമ്പോഴെല്ലാം അള്ളാഹുവിനെ സ്തുതിക്കുക. എന്നാൽ അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത മുശ്രിക്കുകളുടെ സ്വഭാവങ്ങളിൽ ഒന്നാണ് എന്ത്? യഅരിഫൂന നിഅമത്തല്ലാഹി സുമ്മ യുൻകിറൂനഹ. അവർ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ തിരിച്ചറിയുകയും അതിനെ നിഷേധിക്കുകയും ചെയ്യും. ആ ആയത്തിൻ്റെ തഫ്സീറിൽ, സൂറത്തു നഹ്ലിലെ ആയത്തിൻ്റെ തഫ്സീറിൽ നമുക്ക് കാണാം, സൂറത്തു നഹ്ലിൽ ഒരു പ്രത്യേകതയുണ്ട്. സൂറത്തു നിഅം എന്നറിയപ്പെടുന്ന സൂറത്താണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളം വിവരിക്കപ്പെട്ട സൂറത്ത്. അതിലാണ് പറയുന്നത് അവർ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അറിയുന്നു, അതിനെ നിഷേധിക്കുന്നു. തഫ്സീറുകളിൽ കാണാം, പലരും എന്തെങ്കിലും ഉപകാരമുണ്ടായാൽ വേഗം അത് അള്ളാഹു അല്ലാത്തവരിലേക്ക് ചേർത്തി പറയും. അള്ളാഹു അല്ലാത്തവരിലേക്ക് ചേർത്ത്, അയാളുള്ളത് കൊണ്ട്, എൻ്റെ കയ്യിൽ ഇങ്ങനെ ഉള്ളതുകൊണ്ട്, മറ്റേ സഹായം കിട്ടിയതുകൊണ്ട്, ഇങ്ങനെ കിട്ടിയത്, അങ്ങനെ കിട്ടി. ഞാൻ അതിനു മുമ്പ് അള്ളാഹുവിൽ ചേർത്തി പറയുക അനുഗ്രഹം. അള്ളാഹുവാണത് നൽകിയത്. ഒരാളും നിന്നെ സഹായിക്കുമായിരുന്നില്ല അള്ളാഹുവിൻ്റെ തൗഫീഖില്ല എങ്കിൽ. അവരിലേക്ക് ചേർത്തി പറയാൻ മറക്കരുത്. ശരിയാണ്, ഉപകാരം ചെയ്തെന്ന ആളുകളോട് നന്ദി കാണിക്കുക നല്ല കാര്യമാണ്. മല്ല യഷ്കുറുന്നാസ് ലാ യഷ്കുറുല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളോട് നന്ദി കാണിക്കാത്തവൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയില്ല. പക്ഷേ അതിനർത്ഥം നീ അനുഗ്രഹമെല്ലാം അവരിലേക്ക് ചേർത്തി പറയണം എന്നല്ല, അള്ളാഹുവിലേക്ക് ചേർത്തി പറയുക. അവർക്ക് ശുക്റുണ്ട് ഉപകാരങ്ങൾ ചെയ്തവർക്ക്, പക്ഷെ അള്ളാഹുവിനെ സ്തുതിക്കുക. ഏറ്റവും ഉപരിയായി അള്ളാഹുവിനെ സ്തുതിക്കുക. ഹംദ് പറഞ്ഞുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ആരംഭിക്കുന്നു. എന്നിട്ട് പറയുന്നു, അള്ളാഹു അവൻ്റെ റസൂലിനെ നിയോഗിച്ചവനാണ്. ഞാൻ പറഞ്ഞു, ഇത് ഖുർആനിൽ നിന്ന് എടുത്ത വാചകമാണ്. അല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലഹ് വകഫാ ബില്ലാഹി ഷഹീദ. ഇത് സൂറത്തുൽ ഫത്ഹിലെ ആയത്തിൽ വന്നിട്ടുള്ളതാണ്. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലഹ് വകഫാ ബില്ലാഹി ഷഹീദ. സൂറത്തു അസ്സഫിലാകട്ടെ എങ്ങനെ വന്നു? ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലഹ് വലൗ കരിഹൽ മുശ്രികൂൻ. മുശ്രിക്കുകൾക്കത് അരോചകമായാലും ശരി, തൻ്റെ ദീനിനെ സർവ്വദീനിനും മേൽ അതിജയിപ്പിക്കാൻ അവൻ്റെ റസൂലിനെ നിയോഗിച്ചവനാകുന്നു റബ്ബ്. സൂറത്തുൽ ഫത്ഹിലായത്തിൽ എന്ത് പറഞ്ഞാൽ അവസാനിച്ചത്? വകഫാ ബില്ലാഹി ഷഹീദ. സാക്ഷിയായി അള്ളാഹു തന്നെ മതി. നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ റസൂലിനെ നിയോഗിച്ചിരിക്കുന്നു ബിൽ ഹുദാ വദീനിൽ ഹഖ്, സന്മാർഗവുമായി സത്യദീനുമായി. ഈ ആയത്ത് സുബ്ഹാനല്ലാഹ് ഷെയ്ഖുൽ ഇസ്ലാം എഴുതിയ ഈ റിസാലയ്ക്ക് എത്രമാത്രം അനുയോജ്യമാണ് ഇതിൻ്റെ തുടക്കത്തിൽ വരാൻ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. കാരണം പല പല വിശ്വാസങ്ങൾ, പല പല മദ്ഹബുകൾ, ഗ്രീക്ക് ഫിലോസഫി, ഇതെല്ലാം ആണ് അള്ളാഹുവിനെ കുറിച്ച് ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് വിശ്വസിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ മുതക്കല്ലിമീങ്ങൾ, ഇൽമുൽ കലാമിൻ്റെ ആളുകൾ
പിഴച്ച ഒരു രീതിയാണത്. വിശ്വാസം ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുമല്ലാതെ സ്വീകരിക്കുന്ന രീതിയാണ് ഇൽമുൽ കലാമിൻ്റെ രീതി. ഇൻഷാ അല്ലാഹ് നമുക്കതേക്കുറിച്ച് മനസ്സിലാക്കാം. അതിൽ നിന്നെല്ലാമാണ് ഇസ്ലാമിക വിശ്വാസം പഠിക്കേണ്ടത് എന്ന് പറയുന്നവർക്കുള്ള എത്ര നല്ല മറുപടിയാണ് ഈ ആയത്തിലുള്ളത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റസൂലിനെ നിയോഗിച്ചിരിക്കുന്നു ബിൽ ഹുദ വദീനിൽ ഹഖ്, സന്മാർഗവും സത്യദീനുമായി. അതുകൊണ്ട് അൽ ഹുദ, യഥാർത്ഥ വെളിച്ചം നിനക്ക് ലഭിക്കണോ അതെവിടെയാണുള്ളത്? ഫി മിഷ്കാത്തിൻ നുബുവ, നുബൂവത്തിൻ്റെ വിളക്കുമാടത്തിലാണ് ആ വെളിച്ചമുള്ളത്. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ആ പ്രകാശവുമായാണ് നിയോഗിച്ചിട്ടുള്ളത്. ബിൽ ഹുദ, സന്മാർഗവുമായി കൊണ്ട്, വെളിച്ചവും കൊണ്ട്. ബിൽ ഹുദ, ആ സന്മാർഗം. അതുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ലാത്തതിൽ ആരെങ്കിലും ഹിദായത്ത് അന്വേഷിച്ചു പോയാൽ അവൻ വഴിതെറ്റും, ഒരു സംശയം വേണ്ട. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, മുഹമ്മദ് നബി അള്ളാഹു ഏതൊരു ദീനുമായി നിയോഗിച്ചോ അതിലല്ലാതെ നീ ഹിദായത്ത് തിരഞ്ഞിട്ട് കാര്യമില്ല, നിനക്കത് കിട്ടുകയില്ല. മറിച്ച് എല്ലാ സന്മാർഗവും, ആ സന്മാർഗങ്ങളിൽ നബി പഠിപ്പിച്ച ഹുദായിൽ ഏറ്റവും വലുത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിജ്ഞാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വിജ്ഞാനം മറ്റൊന്നുമല്ല, അത് അള്ളാഹുവിനെ കുറിച്ചുള്ള വിജ്ഞാനമാണ്. നമ്മുടെ റബ്ബിനെക്കുറിച്ച്, എൻ്റെ റബ്ബിനെക്കുറിച്ച് നീ എന്ത് വിശ്വസിക്കണം? അവൻ്റെ റബ്ബിനെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയാവുന്ന അവൻ്റെ പടപ്പ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിരിക്കുന്നു. ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ അല്ലദീ ലഹു മുൽക്കു സ്സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ, അല്ലാഹു അവനെക്കുറിച്ച് പറഞ്ഞു, റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെതാണ് ആകാശങ്ങളും ഭൂമിയും. അവൻ അർശിൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു. അർ റഹ്മാനു ഫസ്അൽ ബിഹി ഖബീറ, ഫസ്അൽ ബിഹി ഖബീറ. റഹ്മാനായ റബ്ബിനെക്കുറിച്ച് നീ ഖബീറിനോട് ചോദിച്ചു നോക്കുക, ഏറ്റവും സൂക്ഷ്മമായി അറിയുന്നവനോട് ചോദിച്ചു നോക്കുക. അഥവാ അവനോട്, അല്ലാഹു റബ്ബുൽ ആലമീൻ അവനാണ് അവനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത്. ആരാണ് അവനെക്കുറിച്ച് അവൻ്റെ വഹി നേടിക്കൊണ്ട് നമുക്ക് പറഞ്ഞു തന്നത്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനെക്കുറിച്ച് പറഞ്ഞു തന്നത് നബി പഠിപ്പിച്ച വിശ്വാസമാണ് നീ സ്വീകരിക്കേണ്ടത്. അതല്ലാതെ ഇൽമുൽ കലാമിൻ്റെ ആളുകളുടേതോ അവരുടെ തെറ്റായ വിശ്വാസങ്ങളല്ല. നോക്കൂ, നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കപ്പെടുന്നത് കാണാം, അള്ളാഹുവിനെക്കുറിച്ച് വാജിബായ 20 സിഫത്തുകളുണ്ട്, മുസ്തഹീലായ 20 സിഫത്തുകളുണ്ട്. അള്ളാഹുവിനെക്കുറിച്ച് ഉള്ള സിഫത്തും ഇല്ലാത്ത സിഫത്തും പലതും. നോക്കൂ, അവർ പറയുന്നത് പലതും, അള്ളാഹുവിനെക്കുറിച്ച് അവർ പറയുന്ന പലതും ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും പിന്തുണയില്ലാത്തതാണ്. എത്ര പേർ കേട്ടിട്ടുണ്ട് ഈ ആളുകൾ പറയുന്നത് കണ്ണില്ലാതെ കാണുന്ന അള്ളാഹ്? എത്ര പേർ കേട്ടിട്ടുണ്ട്? ഈ ആളുകളുടെ നാവിലൂടെ വരുന്നതാണത്. സുബ്ഹാനല്ലാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനെ കുറിച്ച് അങ്ങനെയാണോ പഠിപ്പിച്ചത്? യാ സുബ്ഹാനല്ലാഹ്, ഒരിക്കലുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മസീഹുദ് ദജ്ജാലിനെ കുറിച്ച് പറയുമ്പോൾ ഇന്നഹു അഅവർ, അവൻ ഒറ്റക്കണ്ണനാണ്. വമാ റബ്ബുക്കും ബിഅവർ, നിങ്ങളുടെ റബ്ബ് ഒറ്റക്കണ്ണനല്ല. റബ്ബ് സുബ്ഹാനഹു വ തആല അവന് കണ്ണുകളുണ്ട്. ഖുർആനിൽ വന്നതാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നതാണ്. വസ്നഇൽ ഫുൽക ബിഅയുനിനാ വഹീന വനൂഹ്, താങ്കൾ കപ്പൽ നിർമ്മിക്കുക നമ്മുടെ കൺമുന്നിലായിക്കൊണ്ട്. വഹീന, നമ്മുടെ വഹി അനുസരിച്ചുകൊണ്ട്, നമ്മുടെ ബോധനം അനുസരിച്ചുകൊണ്ട്. നമ്മുടെ റബ്ബ് കണ്ണുകളുള്ളവനാണ്. അവനെ നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതുപോലെ അവൻ്റെ കണ്ണുകളെയും നീ കണ്ടിട്ടില്ല. അവൻ എങ്ങനെയുള്ളവനാണെന്ന് നിനക്കറിയുമോ? ഇല്ല. എങ്കിൽ അവൻ്റെ കണ്ണുകളും എങ്ങനെയെന്ന് നിനക്കറിയില്ല. അവനെപ്പോലെ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. എങ്കിൽ അവൻ്റെ കണ്ണുകൾ പോലെ ഉള്ള കണ്ണുകളും ആർക്കുമില്ല. എന്നാൽ അവന് 2 കണ്ണുകളുണ്ട് എന്ന് നീ വിശ്വസിക്കൽ നിർബന്ധമാണ്. എങ്കിലേ നീ അഹ്ലുസുന്നത്തിൻ്റെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുദ പിൻപറ്റിയവനായി തീരുകയുള്ളൂ. കാരണം അത് ഖുർആൻ സുന്നത്തിനും വന്നതാണ്. പിന്നെ എവിടുന്ന് ഇവർക്ക് കിട്ടി കണ്ണില്ലാതെ കാണുന്ന അള്ളാഹു എന്ന്? കാരണം വിശ്വാസം ഇവർ സ്വീകരിച്ചത് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുമല്ല, മറിച്ച് പല ഫിലോസഫികൾ, ഗ്രീക്ക് ഫൽസഫകൾ, ഫൽസഫത്തുൽ യുനാൻ, അതിൽ നിന്നൊക്കെ വിശ്വാസം സ്വീകരിച്ചു. മുതക്കല്ലിമീങ്ങൾ, ഇൽമുൽ കലാമിൻ്റെ വക്താക്കൾ, അവർ പലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ അത് ശരിയാവുകയില്ല, അത് പടപ്പുകളെ പോലെ ആയിപ്പോകും.
ഇതൊക്കെ ആര് നിർമ്മിച്ചു വെച്ച കായികകളാണ്, ആരുണ്ടാക്കിയ നിയമങ്ങൾ? അവർ തന്നെ ഉണ്ടാക്കിയത്. എന്നിട്ട് അവർ അത് ഇസ്ലാമിൻ്റെ വിശ്വാസമാണെന്ന് പറയുന്നു, അതിൽ വിശ്വസിക്കാത്തവരെ പഴച്ചവരെന്ന് പറയുന്നു. എത്ര യോജിക്കും സുബ്ഹാനല്ലാഹ് ഈ ആയത്ത് അവർക്കുള്ള മറുപടിയിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റസൂലിനെ സന്മാർഗവുമായി ഹുദയുമായി നിയോഗിച്ചിരിക്കുന്നു, വദീനുൽ ഹഖ്, സത്യദീനുമായി നിയോഗിച്ചിരിക്കുന്നു. നമുക്ക് പരിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീറുകൾ കാണാം. അൽ ഹുദ എന്നാൽ, സന്മാർഗം എന്നാൽ അൽ ഇൽമുൻ നാഫിഅ, ഉപകാരപ്രദമായ വിജ്ഞാനമാണത്. അതുപോലെ ദീനുൽ ഹഖ് എന്നാൽ, സത്യദീൻ എന്നാൽ അൽ അമലു സാലിഹ്, അത് സൽപ്രവർത്തനങ്ങൾ. ഇത് രണ്ടുമാണ് ഇസ്ലാം. അൽ ഇൽമുൻ നാഫിഅ വൽ അമലു സാലിഹ്, യഥാർത്ഥ വിജ്ഞാനം, ഉപകാരപ്രദമായ വിജ്ഞാനവും സൽപ്രവർത്തനങ്ങൾ. നിങ്ങൾ നോക്കൂ, ഇസ്ലാമിൽ നിന്ന് പഴച്ചുപോയ, ഇസ്ലാമിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന മുസ്ലിമീങ്ങളല്ലാത്ത രണ്ട് പ്രധാനപ്പെട്ട കക്ഷികൾ, ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടവരാണ്. ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടവരാണവർ. ഒന്നുകിൽ അൽ ഇൽമുൻ നാഫിഅ, യഥാർത്ഥ വിജ്ഞാനം ഇല്ലാതെ പോയവർ. പലതും ചെയ്തിട്ടുണ്ട്, യഥാർത്ഥ വിജ്ഞാനമില്ലെങ്കിൽ ചെയ്യുന്നത് എന്തൊക്കെയായിരിക്കും. അതല്ല എങ്കിൽ വിജ്ഞാനമുണ്ട് പക്ഷേ യഥാർത്ഥ അമൽ നഷ്ടപ്പെട്ടു പോയവർ. യഹൂദികൾ ഇൽമു ലഭിച്ചു, പക്ഷേ അതനുസരിച്ച് അത് നടപ്പിലാക്കാൻ തൗഫീഖ് ലഭിക്കാതെ പോയവരാണ്. നസ്രാനികൾ നേരെ തിരിച്ചിട്ടാണ്, പലതും ചെയ്യുന്നുണ്ട് പക്ഷേ യഥാർത്ഥ അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ല. മുസ്ലിമീങ്ങൾ രണ്ടിനും നടുവിലാണ്. ബിൽ ഹുദ വ ദീനുൽ ഹഖ്, ഹുദയും ദീനുൽ ഹഖും രണ്ടും സ്വീകരിച്ചവരാണവർ. നോക്കൂ, അങ്ങനെ അവൻ്റെ റസൂലിനെ നിയോഗിച്ചവനാണ് റബ്ബ്. ലിയുദ്ഹിറഹു അല ദീനി കുല്ലഹ്, സകല ദീനുകൾക്കും മേലും ഇതിനെ ജയിപ്പിക്കാൻ വേണ്ടി. നോക്കൂ, ഈ ദീൻ അത് അള്ളാഹുവിങ്കിൽ നിന്ന് പ്രത്യേകം നസ്ർ ലഭിക്കുന്ന, സഹായം ലഭിക്കുന്ന, വിജയം ലഭിക്കുന്ന ദീനാണ്. ഒരു സംശയവും അതിൽ വേണ്ട. ഇന്നാ ലനൻസുറു റുസുലനാ വല്ലദീന ആമനു ഫിൽ ഹയാത്തി ദുനിയ വയൗമ യഖൂമുൽ അശ്ഹാദ്. നാം നമ്മുടെ റസൂലുകളെ സഹായിക്കുക തന്നെ ചെയ്യും, ഈ ലോകത്തും അതുപോലെ സാക്ഷികൾ എഴുന്നേറ്റ് നിൽക്കുന്ന പരലോകത്തും. ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനു, അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പ്രതിരോധം തീർക്കുന്നതാണ്. അള്ളാഹു പറയുകയാണ്, റബ്ബ് ഈ ദീനിനെ വിജയിപ്പിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഈ ദീൻ അത് വിജയിക്കുക തന്നെ ചെയ്യും. ബിഇസ്സി അസീസിൻ വദുല്ലി ദലീൽ, പ്രതാപിയുടെ പ്രതാപത്തോടെ, നിന്ദ്യൻ്റെ നിന്ദ്യതയോടെ എന്ന് പറഞ്ഞാൽ ഈ ദീൻ സ്വീകരിച്ചവർ അങ്ങേയറ്റം പ്രതാപമുള്ളവരും ഇസ്സത്തുള്ളവരും, ഇതിനെ തള്ളിക്കളഞ്ഞവർ അങ്ങേയറ്റം നിന്ദ്യരുമായി തീർന്നുകൊണ്ട്. ഇത് പ്രവേശിക്കാത്ത ഒരു വീടുമുണ്ടായിരിക്കുകയില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ അവനെനിക്ക് ഭൂമിയെ മുഴുവൻ, അതിൽ മുഴുവൻ ഈ ദീൻ പ്രവേശിക്കുന്നതായി കാണിച്ചു തന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ കടന്നു കയറാത്ത ഒരു വീടും ഉണ്ടാവുകയില്ല. ഇത് സകലയിടത്തും കടന്നു ചെല്ലുന്നതാണ്, യാതൊരു സംശയവും അക്കാര്യത്തിൽ വേണ്ടതില്ല. അവസാന കാലത്ത് ആ വിജയം മുസ്ലിമീങ്ങൾക്കും മുഅ്മിനീങ്ങൾക്കുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ രൂപത്തിലുള്ള വിജയം അഥവാ സായുധമായ വിജയം അല്ലെങ്കിൽ കായികമായ വിജയം അത് എല്ലാ കാലത്തും മുസ്ലിമീങ്ങൾക്കും ഹക്കിൻ്റെ ആളുകൾക്കും ഉള്ളതല്ല. എല്ലാ കാലത്തും അതുണ്ടാവുകയില്ല. അതേസമയം അറിവ് കൊണ്ട്, തെളിവ് കൊണ്ടുള്ള വിജയം എല്ലാ കാലത്തും അവർക്കുള്ളതാണ്. വിജയം രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ബിസ്സൈഫി വസ്സിനാൻ, രണ്ട് ബിൽ ഇൽമി വൽ ബുർഹാൻ, അറിവ് കൊണ്ട്, തെളിവ് കൊണ്ടുള്ള വിജയം, വാൾ കൊണ്ട്, ആയുധശേഷി കൊണ്ടുള്ള വിജയം. ഈ രണ്ടാമത് പറഞ്ഞത് ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവുകയില്ല, ചില സമയത്തുണ്ടാവും, ചില സമയത്തുണ്ടാവുകയില്ല. എന്നാൽ അറിവ് കൊണ്ട് ഉള്ള വിജയം, അറിവ് കൊണ്ടുള്ള വിജയം, തെളിവ് കൊണ്ടുള്ള വിജയം എല്ലാ കാലത്തും ഉള്ളതാണ്. സായുധമായ വിജയം, കായികമായ വിജയം അത് ചില സന്ദർഭങ്ങളിൽ, ചില കാലത്തുണ്ടാവും, ചില കാലത്തുണ്ടാവുകയില്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വതിൽകൽ അയ്യാമു നുദാവിലുഹാ ബൈനന്നാസ്, അത് ജനങ്ങൾക്കിടയിൽ നാം കറക്കിക്കൊണ്ടുവരുന്ന ദിനങ്ങളാണ്. അള്ളാഹു അങ്ങനെയാണ് ദുനിയാവ് നിശ്ചയിച്ചിട്ടുള്ളത്. ഒന്ന്, അള്ളാഹു ഈ ദുനിയാവിനൊരു വിലയും നിശ്ചയിച്ചിട്ടില്ല, വിലയും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് രണ്ട്, എങ്കിലാണ് പരീക്ഷണം പൂർണ്ണമാവുക. കാരണം സുബ്ഹാനല്ലാഹ്, ഈ ദീൻ തെളിവും
അറിവും കൊണ്ട് പിന്തുണ നൽകപ്പെട്ട ദീനാണ്. അതിൻ്റെ കൂടെ എല്ലാ കാലത്തും സായുധമായ വിജയം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ദുനിയാവിൽ ഈ ദീനിന് പുറത്തൊരാളുണ്ടാവില്ല, എല്ലാവരും ഈ ദീനിൽ തന്നെ ഇരിക്കും. കാരണം സുബ്ഹാനല്ലാഹ്, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഈ വർത്തമാന കാലത്തെ സ്ഥിതി മാത്രം ചിന്തിച്ചു നോക്കൂ. മുസ്ലിമീങ്ങളെക്കുറിച്ച് ഇല്ലാത്ത കഥകൾ, കള്ളക്കഥകൾ പ്രചരിപ്പിക്കപ്പെടുന്നു. അതിനുവേണ്ടി ഭരണകൂടങ്ങളുണ്ട്, മുസ്ലിമീങ്ങൾക്കെതിരിൽ ശത്രുത പ്രഖ്യാപിച്ച ഭരണകൂടങ്ങളുണ്ട്, അവരുടെ എല്ലാവിധ സംവിധാനങ്ങളുമുണ്ട്, ലോകത്തെ മാധ്യമങ്ങളുണ്ട്, സകല സോഷ്യൽ മീഡിയയും ഇതുപോലെ സകല എല്ലാവിധ മാധ്യമങ്ങളും ഉപകരണങ്ങളും അവരാൽ കഴിയാവുന്ന അവരുടെ കഴിവുകളും സന്നാഹങ്ങളും അങ്ങേറ്റം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളൊന്ന് മൊബൈലെടുത്ത് ഒന്ന് തുറന്നു നോക്കിയാൽ ഇസ്ലാമിന് അനുകൂലമായതും ഇസ്ലാമിന് പ്രതികൂലമായതുമായ സംസാരങ്ങൾ എണ്ണി നമ്മൾ നോക്കിയിരുന്നുവെങ്കിൽ അതിൻ്റെ അനുപാതം എത്രയോ വലിയ വ്യത്യാസത്തിലായിരിക്കും. മുസ്ലിമീങ്ങൾ ഇസ്ലാമിനെയും യഥാർത്ഥ ഇസ്ലാമിനെയും ചീത്ത വിളിക്കുന്ന, തെറി വിളിക്കുന്ന, പരിഹസിക്കുന്ന, തെറ്റിദ്ധരിപ്പിക്കുന്ന എത്ര സംസാരങ്ങളും കാണാവുന്നതും കേൾക്കാൻ മാത്രം സാധിക്കുന്നതും രണ്ടിനും സാധിക്കുന്നതും ഒക്കെ നമുക്ക് കാണാം. എന്നാൽ സുബ്ഹാനല്ലാഹ്, ഇതിൻ്റെ എല്ലാം നടുവിൽ ഇസ്ലാമിൻ്റെ വളർച്ച നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. ലോകത്ത് ആളുകൾ ഏറ്റവും അധികം സ്വീകരിക്കുന്ന ദീൻ ഏതാണെന്ന് നിങ്ങളൊന്ന് എടുത്തു നോക്കൂ. ഇസ്ലാമിൻ്റെ വളർച്ചയുടെ ഗ്രാഫ് എടുത്തു നോക്കൂ, നിങ്ങൾ കുത്തനെ മുകളിലേക്കായിരിക്കും. ഈ കാലത്തും ഇക്കണ്ട പരിവാരങ്ങളെല്ലാം ഇസ്ലാമിന് മുസ്ലിമീങ്ങൾക്കെതിരെ ഇറങ്ങിയിട്ടു. മുസ്ലിമീങ്ങൾ 5 നേരം നിസ്കരിക്കുന്നു, അവർ സക്കാത്ത് കൊടുക്കുന്നു, അവർ നോമ്പെടുക്കുന്നു, അവർ ഹജ്ജ് ചെയ്യുന്നു. ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്തംഭങ്ങളാണ് ഇതെല്ലാം. അതെല്ലാം നടന്നു പോകുന്നു. ഇസ്ലാമിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഈ രൂപത്തിൽ മുസ്ലിമീങ്ങൾ ചരിത്രത്തിലില്ലാത്ത ദൗർബല്യത്തിൽ കഴിയുന്ന ഈ കാലത്തിൻ്റെ സ്ഥിതിയാണ്. ചരിത്രത്തിൽ ഇതുപോലെ ദൗർബല്യം മുസ്ലിമീങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്ന് പണ്ഡിതന്മാർ പറയുന്നത് കാണാം, ആധുനിക പണ്ഡിതന്മാർ. അങ്ങനെയുള്ള ഇക്കാലത്തും ഇസ്ലാമിൻ്റെ സ്ഥിതി ഇതാണ്. സുബ്ഹാനല്ലാഹ്, എങ്കിൽ സായുധമായ കായികമായ വിജയവും ഈ ദീനിന് എല്ലാ കാലത്തും ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ഈ ദീനിന് പുറത്തൊരാളുണ്ടാവില്ല, അല്ലാതെ ഇതിനകത്തായിരിക്കും. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ അങ്ങനെ നിശ്ചയിച്ചിട്ടില്ല, മറിച്ച് അല്ലാഹു റബ്ബുൽ ആലമീൻ പരീക്ഷണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആരാണിത് പഠിക്കുന്നത്, ആരാണ് യഥാർത്ഥ ദീൻ മനസ്സിലാക്കുന്നത്, ആരാണ് ഇതിലേക്ക് വരുന്നത് എന്ന് അല്ലാഹു പരീക്ഷിക്കും. നീ അതിലുണ്ടോ ഇല്ലേ, നീ അതിലുണ്ട് എങ്കിൽ നീ രക്ഷപ്പെട്ടു. അള്ളാഹുവിൻ്റെ ദീനിനെ നീ ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഏതൊരാൾ ഇതിലേക്ക് കടന്നു വന്നാലും വന്നില്ല എങ്കിലും അള്ളാഹുവിൻ്റെ ദീൻ അത് അള്ളാഹു സഹായിക്കുന്ന ദീനാണ്, റബ്ബ് സഹായിക്കുന്ന. കാരണം ഇത് അവൻ അവതരിപ്പിച്ച ദീനാണ്, ഇത് നമ്മുടെ ആരുടെയും ദീനല്ല. അപ്പോൾ നോക്കൂ, പറഞ്ഞു വന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിന് അറിവുകൊണ്ടും തെളിവുകൊണ്ടുമുള്ള വിജയം എല്ലാ കാലത്തും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മക്കയിൽ പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിച്ച് കഴിയവേയും അവർ വിജയികളാണ്. ബിൽ ഇൽമി വൽ ബുർഹാൻ, അറിവും തെളിവും മുഖേന. അതേസമയം കായികമായ സായുധമായ വിജയം അത് പിന്നീടുണ്ടായി, മദീനയിലെത്തിയപ്പോഴുണ്ടായി, പിന്നെ സഹാബിമാരുടെ ഖലീഫമാരുടെ കാലത്തുണ്ടായി. ഉമറിൻ്റെ കാലത്ത് കിസ്റ, കൈസർ, റോമ, പേർഷ്യൻ സാമ്രാജ്യങ്ങൾ മുസ്ലിമീങ്ങളുടെ കീഴിൽ വന്നു. അവരുടെ കുനൂസ്, അവരുടെ നിധികൾ മദീനയിൽ വിഹിതം വെക്കപ്പെട്ടു. അതെല്ലാം സംഭവിച്ചു. അതുപോലെ ഉള്ള വിജയങ്ങൾ, ലോകമൊട്ടാകെയുള്ള വിജയങ്ങൾ അവസാന കാലത്തുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിച്ചിട്ടുമുണ്ട്. അപ്പോൾ നോക്കൂ, ഇതാണ് വിജയം. വകഫാ ബില്ലാഹി ഷഹീദ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മതി സാക്ഷിയായിക്കൊണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ഒന്ന്, ഈ പറഞ്ഞ വിജയം, നേരത്തെ പറഞ്ഞ വിജയം മുസ്ലിമീങ്ങൾക്കുണ്ട് എന്നതുപോലെയാണ് മുസ്ലിമീങ്ങൾക്കിടയിൽ അഹ്ലുസുന്നത്തിൻ്റെയും കാര്യം. മുസ്ലിമീങ്ങൾക്കിടയിൽ അഹ്ലുസുന്നത്തിൻ്റെയും കാര്യം അങ്ങനെ തന്നെയാണ്. എപ്പോഴും തെളിവുകൊണ്ട് അവരായിരിക്കും വിജയികൾ. അതേസമയം ദുനിയാവിലെ സൗകര്യങ്ങളും ദുനിയാവിലെ സ്വാധീനങ്ങളും എല്ലാം ചില കാലത്തുണ്ടാകും, ചില കാലത്ത് ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കുക. ഇത് നോക്കൂ, അള്ളാഹു സാക്ഷിയായി മതി എന്ന് പറഞ്ഞു. ഇത് സുബ്ഹാനല്ലാഹ് വളരെ വലിയ ഒരു പാഠമാണ്. വകഫാ ബില്ലാഹി ഷഹീദ, അള്ളാഹു മതി സാക്ഷിയായി. കാരണം നോക്കൂ, മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലം അവിടുന്ന് അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് കളവാണ് പറഞ്ഞത് എങ്കിൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആർക്കാണ് പറയാൻ സാധിക്കുക അള്ളാഹു അവൻ്റെ മേൽ ഇങ്ങനെ കളവ് പറയുന്ന അവൻ്റെ പടപ്പുകളിൽ ഒരു പടപ്പിനെ വെറുതെ വിടുമെന്ന്?
അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന യഹൂദികൾക്കും നസ്രാനികൾക്കും അതെങ്ങനെ പറയാൻ സാധിക്കും? അള്ളാഹു ഖുർആനിൽ പറഞ്ഞ എന്താണ്? വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ സുമ്മ ലഖതഅനാ മിൻഹുൽ വതീൻ. നമ്മുടെ പേരിൽ വല്ല കളവും ഇദ്ദേഹം പറഞ്ഞിരുന്നുവെങ്കിൽ നാം വലതു കൈ കൊണ്ട് പിടിക്കുമായിരുന്നു, അദ്ദേഹത്തിൻ്റെ ജീവനാടി നാം മുറിച്ചു കളയുമായിരുന്നു. റബ്ബിൻ്റെ പേരിൽ പറയുന്ന കളവുകളിൽ വലിയ കളവുകളിലൊന്നാണ് എന്ത്? റസൂലല്ലാത്ത ഒരാൾ താൻ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് പറയുക. അങ്ങനെ പറഞ്ഞവർ അള്ളാഹു ഒരിക്കലും വെറുതെ വിട്ടിട്ടില്ല. അള്ളാഹു അവരെ നിന്ദ്യരാക്കി നശിപ്പിച്ചിട്ടല്ലാതെ വിട്ടിട്ടില്ല. എന്നാൽ അവൻ്റെ റസൂലായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ എടുത്തു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നിങ്ങളത് എടുത്തു നോക്കിയാൽ, അവിടുന്ന് നബിയാണെന്ന് പറഞ്ഞതിന് ശേഷമുള്ള കാര്യം എടുത്തു നോക്കിയാൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാകുന്നതിന് മുൻപ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായിരുന്ന അവസ്ഥയേക്കാൾ അവിടുത്തെ വഫാത്തിൻ്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിതി നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയങ്ങൾ നബിക്ക് കാണിച്ചു കൊടുത്തു. ജസീറത്തുൽ അറബ്, അറേബ്യൻ ഭൂഖണ്ഡം ഇസ്ലാമിന് കീഴിൽ വരുന്നത് കണ്ടിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോയത്. റഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വരുന്നത് കണ്ടിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പേരിൽ കളവ് പറയുന്ന ഒരാളെ ഇങ്ങനെ വിജയിക്കാൻ, ഇങ്ങനെ ഔന്നത്യം നേടാൻ, എന്നിട്ട് ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ജനങ്ങൾ നല്ലത് പറയാൻ, സ്നേഹിക്കാൻ, സലാത്ത് ചൊല്ലാൻ അള്ളാഹു വെറുതെ വിടുമെന്നാണോ? ഒരിക്കലുമല്ല. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് സത്യമാണ് എന്നതിന് വഖഫാ ബില്ലാഹി ഷഹീദ, അള്ളാഹു തന്നെ മതി സാക്ഷിയായിട്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ വിജയം മതി സാക്ഷിയായിട്ട്. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ പേരിൽ ഇങ്ങനെ കളവ് പറഞ്ഞാൽ ഒരാൾ വെറുതെ വിടുകയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ യഥാർത്ഥ റസൂലാണ്, അള്ളാഹുവിൻ്റെ യഥാർത്ഥ റസൂൽ. അതിന് റബ്ബ് സാക്ഷിയാണ്. വഖഫാ ബില്ലാഹി ഷഹീദ, വഖഫാ ബില്ലാഹി ഷഹീദ. ഇത് നോക്കൂ. അതിനുശേഷം ശൈഖുൽ ഇസ്ലാം റഹിമഹുല്ലാഹ് പറയുന്നു, വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ഇഖ്റാറൻ ബിഹി വതൗഹീദ وأشهد أن محمدًا عبده ورسوله صلى الله عليه وعلى آله وصحبه وسلم تسليما مزيدا وأشهد أن لا إله إلا الله وحده لا شريك له. ആദ്യം അദ്ദേഹം ഷഹാദത്ത് പറയും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് എന്താണ് അതിൻ്റെ അർത്ഥം? വഅശ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന്, വഹ്ദഹു അവനേകനാണ് എന്ന്. വഹ്ദഹു എന്നത് തഅക്കീദാണ്, അത് ഉറപ്പിച്ചു പറയുന്നു. അഥവാ അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്നത്. ലാ ശരീക ലഹ്, അവനൊരു പങ്കുകാരുമില്ല എന്നത് തഅക്കീദും ബഅദ തഅക്കീദ്, ഉറപ്പിച്ചു പറഞ്ഞതിന് ശേഷം വീണ്ടും ഉറപ്പിച്ചു പറയുന്നു. മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് രണ്ട് റുക്നുകളാണുള്ളത്, അതിന് രണ്ട് അവിഭാജ്യ ഘടകങ്ങളുണ്ട്. ഒന്ന് ലാ ഇലാഹ, രണ്ടാമത്തേത് ഇല്ലല്ലാഹ്. രണ്ടും അവിഭാജ്യ ഘടകങ്ങളാണ്. ഒന്നെന്താണ്? ലാ ഇലാഹ, അതിലുള്ളത് നഫിയാണ്, അഥവാ നിരാകരണമാണ്. ഇല്ല എന്ന് പറയലാണ്. ഒരു ഇലാഹുമില്ല, ഒരൊറ്റ ഇലാഹുമില്ല, ആരാധിക്കപ്പെടാൻ അർഹതയുള്ള ഒന്നും തന്നെയില്ല, ആരും തന്നെയില്ല. നഫിയാണ്, നിരാകരണമാണ്. ഇല്ല എന്ന് പറയലാണ്. ഇല്ലല്ലാഹ് അത് ഇസ്ബാത്താണ്, അഥവാ സ്ഥിരീകരണമാണ്, ഉണ്ട് എന്ന് സ്ഥാപിക്കലാണ്. അള്ളാഹു ഒഴികെ, അഥവാ അള്ളാഹുവിനെ ഉലൂഹിയത്ത് സ്ഥാപിക്കുന്നു, മറ്റുള്ള സകലതിനും അതിൻ്റെ എല്ലാം ഉലൂഹിയത്തിനെ തള്ളി പറയുന്നു. അതുകൊണ്ട് നോക്കൂ, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സകലതിനെയും നിഷേധിച്ചാലല്ലാതെ, തള്ളിക്കളഞ്ഞാലല്ലാതെ ഒരാൾ മുസ്ലിമാവുകയില്ല. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സകലതിനെയും അതിനൊന്നും ഇലാഹാകാൻ അർഹതയില്ല എന്ന് വിശ്വസിച്ചാൽ മാത്രമേ ഒരാൾ മുസ്ലിമാകൂ. അള്ളാഹുവിന് മാത്രമാണ്, ആ മാത്രം, അള്ളാഹു മാത്രം, ഇല്ലല്ലാഹ് എന്നതിനെ ഉറപ്പിച്ചു പറയുന്നു വഹ്ദഹു എന്ന വാക്കിലൂടെ. ലാ ശരീക ലഹു എന്നതിലൂടെ എന്തിനെ ഉറപ്പിച്ചു പറയുന്നു? ഇല്ലല്ലാഹ്, ലാ ഇലാഹ എന്നതിനെ ഉറപ്പിച്ചു പറയുന്നു. ഒരു ഇലാഹുമില്ല, അള്ളാഹുവിനൊരു പങ്കുകാരനുമില്ല. വഹ്ദഹു ലാ ശരീക ലഹ് ഇഖ്റാറൻ ബിഹി വതൗഹീദ, അത് ഞാൻ അംഗീകരിക്കുന്നു. തൗഹീദ, അള്ളാഹുവിനെ ഏകനാക്കിക്കൊണ്ട് ഞാനിത് പ്രഖ്യാപിക്കുന്നു. നോക്കൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ അർത്ഥം പറയുന്നിടത്ത് പിഴച്ച കക്ഷികൾക്ക് പല
അബദ്ധങ്ങളും സംഭവിച്ചിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ അശാരികൾ ആ അബദ്ധം സംഭവിച്ചവരാണ്. അശാരികൾ പണ്ട് കാലം മുതലേ ഈ അബദ്ധം സംഭവിച്ചവരാണ്. അതുകൊണ്ടാണ് നോക്കൂ, മദ്രസകളിൽ അവർ പഠിപ്പിക്കുന്നത് എന്താണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ അവർ പറയുന്നു അള്ളാഹുവിൻ്റെ ദാത്തിലോ സിഫാത്തിലോ അഫാലിലോ അവന് പങ്കാളികളുണ്ടെന്ന് പറയലാണ്. മദ്രസകൾ കുട്ടികൾ പഠിപ്പിക്കുന്നതാണ്. എന്താണ് ശിർക്ക്? അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദാത്തിലോ സിഫാത്തിലോ അഫാലിലോ അള്ളാഹുവിന് പങ്കു ചേർക്കുക. ദാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ അഥവാ അള്ളാഹുവിനെ പോലെ വേറൊരു അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ്. സിഫാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ പോലെ വിശേഷണങ്ങൾ മറ്റാർക്കെങ്കിലും ഉണ്ടെന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ്. അഫാലിൽ അഥവാ അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങൾ അവൻ ചെയ്യുന്നത് പോലെ മറ്റാരെങ്കിലും ചെയ്യും എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ്. ഇതാണ് ശിർക്ക് എന്ന് പറഞ്ഞ് മദ്രസയിൽ നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കുന്നത്, സമസ്തയുടെ മദ്രസകളിൽ പഠിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ഈ തൗഹീദ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മുശ്രിക്കീങ്ങളും തമ്മിൽ തർക്കത്തിലിരുന്ന തൗഹീദ് ഇതിൽ വന്നിട്ടേ ഇല്ല. ഇതിലാകെ പറയുന്നത് എന്താണ്? അള്ളാഹിനെ പോലെ വേറെ ആരുമില്ല, അള്ളാഹിനെ പോലെ പ്രവർത്തനങ്ങൾ വേറെ ആർക്കുമില്ല, അള്ളാഹുവിനെ പോലെ വിശേഷണങ്ങൾ മറ്റാർക്കുമില്ല എന്നേ ഉള്ളൂ. ഇതിലെന്തു വന്നില്ല? പടപ്പുകളുടെ പ്രവർത്തനങ്ങളിൽ അവർ ചെയ്യുന്ന ഇബാദത്തുകളിൽ അവർക്ക് സംഭവിക്കുന്ന ശിർക്ക് ഇതിൽ വന്നിട്ടേ ഇല്ല, തൊട്ടിട്ടില്ല. അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ. നീ അവനല്ലാതെ ഇബാദത്ത് നൽകിക്കൂടാ, അവനോടല്ലാതെ ദുആ ചെയ്തുകൂടാ, അവനല്ലാതെ നീ നേർച്ച അർപ്പിച്ചുകൂടാ, അവന് വേണ്ടിയല്ലാതെ നീ ബലിയറുത്തുകൂടാ. എവിടെ? ഈ ശിർക്കിൻ്റെ നിർവചനത്തിലൂടെ. അള്ളാഹുവിൻ്റെ ദാത്തിലോ സിഫാത്തിലോ അഫാലിലോ അള്ളാഹുവിൽ പങ്കു ചേർക്കരുതെന്ന് പറഞ്ഞാൽ തൗഹീദ് റുബൂബിയത്ത് മാത്രമേ ആകുന്നുള്ളൂ. അള്ളാഹുവാണ് റബ്ബ് എന്ന് വിശ്വസിക്കുന്നു, അള്ളാഹു അല്ലാതെ വേറൊരു അള്ളാഹു ഉണ്ട് എന്ന് ആരാണ് പറയുന്നത്? അബൂജഹൽ പോലും അംഗീകരിച്ച ശിർക്ക് മാത്രമേ ഇവിടെ ആകുന്നുള്ളൂ. എന്നാൽ ഈ ഷിർക്കിൻ്റെ ജനങ്ങളിൽ ബഹുഭൂരിപക്ഷം പേരും അകപ്പെട്ട ഷിർക്കേതോ അതിനെ തള്ളി പറയുന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതായിരുന്നു നബിമാരും അവരുടെ എതിരാളികളും തമ്മിലുണ്ടായിരുന്ന തർക്കം. നബിമാരും അവരുടെ എതിരാളികളും തമ്മിലുണ്ടായിരുന്ന തർക്കം എന്താണ്? അള്ളാഹുവിനെ പോലെ വേറൊരു അള്ളാഹു ഉണ്ട് എന്നല്ല, അള്ളാഹുവിനെ പോലെ സൃഷ്ടിക്കുന്ന മറ്റാരെങ്കിലും ഉണ്ട് ഇല്ല എന്നല്ല, മറിച്ച് തർക്കം ഇബാദത്തുകൾ അള്ളാഹു അല്ലാത്തവർക്ക് നൽകാൻ പാടുണ്ടോ ഇല്ലേ എന്നതാണ്. ഖുർആനിൽ നിങ്ങൾക്കിത് നിറഞ്ഞു കാണാം. പരിശുദ്ധ ഖുർആൻ മുഴുക്കെ ഈ തൗഹീദ് നിങ്ങൾക്ക് കാണാം. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ എത്ര ആയത്തുകളിലാണ് പറഞ്ഞത്, വല ഇൻ സഅൽതഹും ഓ നബിയെ, താങ്കൾ അവരോട് ചോദിച്ചാൽ എന്ത് ചോദിച്ചാൽ? അള്ളാഹു ആരാണ് ആകാശഭൂമികളെ പടച്ചത്, ആരാണ് സൃഷ്ടിച്ചത്, ആരാണ് മഴ പെയ്ക്കുന്നത്, ഒക്കെ അവർ പറയും ലയഖൂലുന്ന അള്ളാഹുവാണ് എന്നവർ പറയുക തന്നെ ചെയ്യും. അതവർ അംഗീകരിക്കും. പിന്നെ എന്തിനാണ് നിങ്ങൾ അള്ളാഹു അല്ലാത്തവർ ആരാധിക്കുന്നത് എന്നതാണ് അള്ളാഹുവിൻ്റെ ചോദ്യം. ആ തെളിവാണ് അവർക്കെതിരിൽ അള്ളാഹു സ്ഥാപിച്ചത്. ആ അർത്ഥം പറയാതെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞവൻ ഉറപ്പാണ് അവൻ തെറ്റായ വിശ്വാസങ്ങളിലേക്ക് പോകും. കാരണം ലാ ഇലാഹ ഇല്ലല്ലാ എന്താണെന്ന് അവൻ പഠിച്ചിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാ എന്നവൻ മനസ്സിലാക്കിയിട്ടില്ല എന്താണ് അതിൻ്റെ അർത്ഥമെന്ന്. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം അള്ളാഹു അല്ലാതെ ആരാധനകൾക്ക് അർഹനില്ല എന്നാണ്. ഇബാദത്തുകൾ നീ അള്ളാഹുവിനല്ലാതെ നൽകിക്കൂടാ എന്നാണ്. നോക്കൂ, നിങ്ങൾ ഇതിനെ അട്ടിമറിച്ചവർ എവിടെ എത്തിപ്പെട്ടു എന്നാലോചിച്ച് നോക്കൂ. ഇതിനെ അട്ടിമറിച്ചവർ എവിടെ എത്തിപ്പെട്ടു എന്നാലോചിച്ച് നോക്കൂ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. സുബ്ഹാനല്ലാഹ്, മുമ്പ് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള, കേവല ബുദ്ധിയുള്ള, സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാളെയും അവരുടെ ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന ചോദ്യം, അങ്ങേയറ്റത്തെ വിഡ്ഢിത്തത്തിൻ്റെ ചോദ്യം ഈ ആളുകൾ ചോദിക്കാറുണ്ടായിരുന്നു. എന്ത്? നിങ്ങൾ ഡോക്ടറോട് പോയി സഹായം തേടാറില്ലേ? നിങ്ങൾ ജോലിക്ക് ആളെ വിളിക്കാറില്ലേ? ഉമ്മയോട് ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കാറില്ലേ? ഇതുപോലെയാണിത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സുബ്ഹാനല്ലാഹ്, ഇതുപോലെയാണോ ഒരാൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ? എന്നോ മരണപ്പെട്ട മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ച് എന്നെ കാക്കണേ, എന്നെ രക്ഷിക്കണേ, എൻ്റെ രോഗം മാറ്റണേ എന്ന് പറഞ്ഞ് ഇത് രണ്ടും ഒരുപോലെയാണ്. ഇതിന് സുബ്ഹാനല്ലാഹ്, ഇതിനെന്ത് വിശദീകരണം വേണം? ഇതൊരേതൊരാൾക്കും മനസ്സിലാകുന്ന കാര്യമാണ്. സാമാന്യ ബുദ്ധിയിൽ ചിന്തിച്ചാൽ ഏതൊരാൾക്കും മനസ്സിലാകുന്ന കാര്യമാണ്. എന്നാൽ ഈ രൂപത്തിൽ ഖുർആനിനോ സുന്നത്തിനോ ഒരിക്കലും യോജിക്കാത്ത ന്യായമായിരുന്നു ഇവർ ഈ പറഞ്ഞത്. തിരിച്ചൊന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ പറയുന്ന ന്യായം വെച്ച് ആരോടാ ചോദിച്ചുകൂടാത്തത്? നിങ്ങൾ ഈ പറയുന്ന ന്യായം
വെച്ചാൽ എന്തിനോടാണ് ചോദിച്ചു കൂടാത്തത്? എന്തിന് മഹ്ദി ഷെയ്ഖ് മാത്രമാക്കണം? മറ്റുള്ളവരുടെ ആരാധ്യ വസ്തുക്കളും ഇതൊക്കെ ഉണ്ടല്ലോ. അവൊന്നും സൃഷ്ടാവാന്ന് വിശ്വസിക്കേണ്ട, അവരൊന്നും പടച്ച റബ്ബാണെന്ന് വിശ്വസിക്കാതെ അവരോട് സഹായം തേടി എന്താണ് കുഴപ്പം? പിന്നെ എന്തൊക്കെ ചോദിക്കാം, എന്തൊക്കെ ചോദിച്ചുകൂടാ? നിങ്ങളെങ്ങനെ വേർതിരിക്കും? എന്തെല്ലാം യുക്തിസഹമായ ചോദ്യങ്ങൾ ഇവരോട് മറുപടിയായുണ്ട്. പക്ഷേ സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ജനങ്ങളെ വിഡ്ഢികളാക്കാനുള്ള ചോദ്യങ്ങൾ ചോദിച്ചവർ എവിടെ എത്തിയെന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്നതാ അവരിൽ ചിലർ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്ന വേറൊരു കൂട്ടർ ഇറങ്ങിയിരിക്കുന്നു. എന്താണ് അവർ പറയുന്നത്? ആകാശഗോളങ്ങൾ അവരെ നിയന്ത്രിക്കുന്നത് ഇന്ന് മുസ്ലിയാരാണ്, 10-30 കൊല്ലം മുമ്പ് മരിച്ചുപോയ ഒരു മുസ്ലിയാരാണ് എന്ന് പറയുന്നവർ അവരിതാ പറയാൻ തുടങ്ങിയിരിക്കുന്നു. ആരാണ് വിമാനം നിയന്ത്രിക്കുന്നത്? അപ്പോൾ കുട്ടിയോട് ഒരു കുട്ടിയെ മുന്നിലെടുത്ത് ചോദിക്കുകയാണ്, ആരാണ് മോനെ വിമാനം നിയന്ത്രിക്കുന്നത്? അള്ളാഹു. പിന്നെ ചോദിക്കുക, ആരാണ് മോനെ വിമാനം നിയന്ത്രിക്കുക? അള്ളാഹു. അല്ല പൈലറ്റല്ലേ? ആ പൈലറ്റാണ്. ഇതെവിടത്തേക്കാണ് ഈ പറഞ്ഞു കൊണ്ടുപോകുന്നത് നിങ്ങൾ ചിന്തിക്കണം. നേരത്തെ പറഞ്ഞിരുന്ന ഡോക്ടറോട് ചോദിക്കാറില്ലേ, പണിക്കാരനോട് ചോദിക്കാറില്ലേ, അതേ ന്യായം വേറൊരു കുപ്പായമിട്ട് ഇതിന് കൊണ്ടുവരാണ്. എന്തിന്? ആകാശഭൂമികൾ ആകാശത്തൂടെ പറക്കുന്ന വിമാനങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഈ മുസ്ലിയാരാണെന്ന് പറഞ്ഞാലൊരു കുഴപ്പമില്ല, ഇങ്ങനെയും പറയാറുണ്ടല്ലോ. ഈ രൂപത്തിൽ സുബ്ഹാനല്ലാഹ് വാക്കുകൾ വളച്ചൊടിച്ച് ജനങ്ങളെ വഞ്ചിക്കുന്ന ശിർക്കിൻ്റെ വക്താക്കൾ ഇവരിൽ ആരാണ് വിശ്വസിക്കുന്നത്? ഇവർ വിളിച്ചു തേടുന്ന മുസ്ലിയാർ, അയാൾ ഈ പൈലറ്റാകാനുള്ള കോഴ്സ് പഠിച്ചിട്ട് അതിനകത്ത് ഇരിക്കുകയാണ് എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്? അല്ല, നൂറ്റാണ്ട് മുമ്പ് മരിച്ചുപോയ ഖബറിൽ കിടക്കുന്ന അയാൾ വിമാനത്തെ നിയന്ത്രിക്കും. അപ്പം വിമാനം അത് പൊട്ടിത്തകരുമെന്നായാൽ പോലും മുസ്ലിയാരെ വിളിച്ചാൽ മതി, ഈ വലിയനെ വിളിച്ചാൽ സഹായിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പം സുബ്ഹാനല്ലാഹ്, നേരത്തെ ഈ ന്യായങ്ങൾ പറഞ്ഞു കൊടുത്ത മുസ്ലിയാക്കന്മാർ പറയുന്നു, ഇവരെ വെച്ച് ഞങ്ങൾക്ക് ബന്ധമില്ല, ഇവർ പരിധി വിട്ടുപോയി എന്ന് പറയുന്നു. അല്ലെ, നിങ്ങളല്ലേ ഈ പരിധി തുറന്നു കൊടുത്തത്? നിങ്ങളല്ലേ ഖുർആനും സുന്നത്തിനും എതിരിൽ ഞൊണ്ടി ന്യായങ്ങൾ പറയാനുള്ള വാതിൽ ഇവർക്ക് തുറന്നു കൊടുത്തത്? എന്നിട്ടിപ്പോൾ നിങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറയുന്നു. ഇപ്പം നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്ന് പറയുന്നു. അല്ല, നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾ വിചാരിക്കരുത് സഹോദരങ്ങളെ, ഈ ആകാശഗോളങ്ങളെ നിയന്ത്രിക്കുന്ന ആൾ ഈ വലിയാണ് എന്ന് അവരെക്കാൾ മുസ്ലിം ഉമ്മത്തിന് ഉപദ്രവം കുറഞ്ഞവരാണ് മറ്റേ കൂട്ടർ നിങ്ങൾ വിചാരിക്കരുത്. കാരണം ഒരു കൂട്ടർ പറയുന്നത്, ഒരു മുസ്ലിയാർ പറയുന്നു, ഒരു മുസ്ലിയാർ അബൂജഹലിനെയും കടത്തിവെട്ടി. എങ്ങനെ? അബൂജഹൽ പോലും വിശ്വസിക്കാത്തത് ചില വലിയകളെന്ന് പറയുന്ന ആളുകളെക്കുറിച്ച് വിശ്വസിക്കുന്നു. അയാളാണ് ഇന്ന് മുസ്ലിയാരാണ്, മരിച്ചുപോയ മുസ്ലിയാരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വേറൊരു കൂട്ടർ പറയുന്നു, അല്ല, നിങ്ങൾ അബൂജഹലിൻ്റെ അപ്പുറത്ത് പോകണ്ട, നമുക്ക് അബൂജഹൽ പറഞ്ഞത് മതി, അബൂജഹൽ നിങ്ങൾ കടത്തിവെട്ടതില്ല, അബൂജഹൽ പറഞ്ഞെടുത്ത് മതി ഞങ്ങൾക്ക് എന്നാണ് അടുത്ത കൂട്ടർ പറയുന്നത്. അതല്ലാതെ അതിനെ എതിർക്കുന്നു എന്ന് പറയുന്ന ആളുകൾ അതേ ഇസ്തിഗാസവാദം ഇപ്പോഴും കൊണ്ട് നടക്കുന്നു. അതിലൊരു മാറ്റവും വന്നിട്ടില്ല. അല്ലെ, ഒരാൾ പ്രസംഗത്തിനിടയിൽ പറഞ്ഞു പോയൊരു വാചകം, പ്രസംഗത്തിൻ്റെ ഒഴുക്കിനിടയിൽ ഒരാൾ പറഞ്ഞു പോയതാണ്, ഇതിന് നമുക്ക് ഇടയാളം വരെ നമുക്ക് അള്ളാഹിനോട് തേടിയാൽ പോരെ? നേരിട്ട് അള്ളാഹിനോട് വിളിച്ചു പോയി. വേറൊരു മുസ്ലിയാർ വന്നിട്ട് പറയണം, എന്ത് അയാൾ മറുപടി പറയാൻ ഇറങ്ങുകയാണ്. ഉടനെ ഖുർആനിൽ 20 ആയത്തുകൾക്കെതിരാണ് ഈ പറഞ്ഞത്. ഇയാൾ പറഞ്ഞത് ഖുർആനിലെ 20 ആയത്തുകൾക്കെതിരാണ്, എന്തൊരു അള്ളാഹിനോട് മാത്രം തേടിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം മറുപടി പറയാൻ ഇറങ്ങി, സകല സന്നാഹങ്ങളുമായി ഇറങ്ങി. ഇവിടെ ദുനിയാവിൽ എന്തെല്ലാം ശിർക്ക് നടക്കുന്നു, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നു, ജനങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് ബലിയറുക്കുന്നു, ജ്യോത്സ്യന്മാരുടെ അരികിലേക്ക് ചെല്ലുന്നു. ഒരൊറ്റ മുസ്ലിയാരെയും സന്നാഹത്തെ നമ്മൾ കണ്ടില്ല. ഒരാൾ അള്ളാഹിനോട് മാത്രം തേടിയാൽ പോരെ എന്ന് പറഞ്ഞപ്പോൾ ഇറങ്ങി നോക്കൂ നിങ്ങൾ സന്നാഹങ്ങളുമായി. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം, ദുആ ചെയ്യാൻ, പ്രാർത്ഥിക്കാൻ. അള്ളാഹുവിന് നമുക്കിടയിൽ ഇടയാളന്മാർ വേണ്ട എന്നത് ഖുർആനിലെ 20 ആയത്തുകൾക്കെതിരാണ് പോലും. സുബ്ഹാനല്ലാഹ്, ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചതിന് ഇത് പറയാനാണ്. അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചത് എന്തിനാണ്? ഖുർആൻ അവതരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യങ്ങളിലൊന്ന്, നീ അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കൂ, നിനക്കും അവനുമിടയിൽ ഇടയാളികളെ വേണ്ട, ഇടയാളന്മാരെ വേണ്ട എന്ന് പറയാനാണ്. ആ ഖുർആൻ ശിർക്കിന് തെളിവാണ് എന്ന് പറയുക സുബ്ഹാനല്ലാഹ്, ഈ ഉമ്മത്തിനോട് ചെയ്യുന്ന എത്ര വലിയ അപരാധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഉമ്മത്തിൽ ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത്
ലഇമ്മത്തുൽ മുദല്ലീൻ അഥവാ വഴിപിഴക്കുന്ന വഴികേടിലേക്ക് ജനങ്ങളെ നയിക്കുന്ന നേതാക്കന്മാരെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ആ ഗണത്തിലുള്ള ഒരു സംശയവും വേണ്ട. സഹോദരങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കണം. തൗഹീദിനെതിരിൽ ആളുകൾ സംസാരിക്കുമ്പോൾ നമുക്ക് വേദനിക്കണം. അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി മുഖം ചുവക്കാത്തവൻ, ഒരിക്കൽ പോലും അള്ളാഹുവിൻ്റെ ദീനിനെതിരിൽ പലതും നടക്കുമ്പോൾ ഒരു പ്രയാസവും തോന്നാത്തവൻ, അവൻ അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് യാതൊരു വിലയുമില്ല. അള്ളാഹു ഏറ്റവും വില നൽകിയതിന് അവന് വിലയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ നബിമാരെല്ലാം ഇത്രയും പ്രയാസങ്ങൾ സഹിച്ച കാര്യത്തിനോട് അവൻ ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, ഈ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്താണ്? ഇടയാളന്മാർ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഇടയാളനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ദീൻ എത്തിച്ചു തരാൻ ഇടയാളനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് നേരിട്ട് കിട്ടിയതാണോ ഈ ദീൻ? സുബ്ഹാനല്ലാഹ്, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. പ്രിയമുള്ളവർ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ആളുകൾ ജനങ്ങളെ വഴിപിഴപ്പിക്കുന്ന നേതാക്കന്മാരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. എത്ര സത്യമാണ്! ഇവർ പടച്ചുവിടുന്ന ശുബ്ഹത്തുകൾ നോക്കൂ നിങ്ങൾ. സഹോദരങ്ങൾ ചിന്തിക്കണം. അള്ളാഹുവിന് നമുക്കുമിടയിൽ വസാഇത്ത്, ഇടയിൽ ആരെങ്കിലും ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് രണ്ട് രൂപമുണ്ട്. ഒന്നെന്താണ്? ഒന്ന്, ആ അള്ളാഹുവിന് നമുക്കുമിടയിൽ ഉള്ള ആ വസത്തിലുള്ളതിനെ നിഷേധിച്ചാൽ കുഫറാണ്, ഇസ്ലാമിന് പുറത്തു പോകും. രണ്ടാമത്തെ എന്താണ്? ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ ഇസ്ലാമിന് പുറത്തു പോകും. ഈ രണ്ടെണ്ണമുണ്ട്. തെറ്റിദ്ധരിപ്പിക്കുന്നത് നോക്കൂ നിങ്ങൾ, ആളുകളെ വഞ്ചിക്കുന്നത് നോക്കൂ. എന്താണ് ഞാൻ ആദ്യം പറഞ്ഞത്? ഇപ്പോൾ നമുക്ക് വഹയ് അത് അള്ളാഹുവിൻ്റെ വഹി, അള്ളാഹുവിൻ്റെ സന്ദേശം മനസ്സിലാക്കാൻ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പഠിപ്പിച്ച സുന്നത്തും മനസ്സിലാക്കാൻ നമുക്കും റബ്ബിനുമിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും റബ്ബിനുമിടയിൽ ജിബ്രീൽ അലൈഹിസ്സലാമുണ്ട്. ഇതിനൊരുത്തൻ നിഷേധിച്ചാലോ, ഈ പറഞ്ഞ ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട് എന്നതിനെ നിഷേധിച്ചാലാണ് ഇസ്ലാമിന് പുറത്തു പോകും. അത് ഇങ്ങോട്ടേക്ക് റബ്ബിൻ്റെ സന്ദേശം ലഭിക്കുന്ന കാര്യത്തിനാണ്. എന്നാൽ നീ അങ്ങോട്ട് ദുആ ചെയ്യാൻ നിനക്കിടയാളനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേണം. റസൂലിനോട് നീ കാര്യം പറയും, റസൂൽ അള്ളാഹുവിനോട് പറയും എന്ന് നീ വിശ്വസിച്ചാൽ ഇസ്ലാമിന് പുറത്തു പോകും. ഒന്ന് നിഷേധിച്ചാൽ ഇസ്ലാമിന് പുറത്തു പോകും, ഒന്ന് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് പുറത്തു പോകും. അട്ടിമറിക്കുന്നത് നോക്കൂ. മുസ്ലിയാക്കന്മാർ ചോദിക്കാൻ ലജ്ജയില്ലാതെ, അള്ളാഹുവിനൊട്ടും ഭയമില്ലാതെ, നിനക്ക് ദീൻ നേരിട്ട് കിട്ടിയതാണോ? റസൂൽ വൈക്കല്ലേ കിട്ടിയത്? ഇടയാളം വേണ്ടേ? ആ പറഞ്ഞത് നിഷേധിച്ചാൽ ഇസ്ലാമിന് പുറത്തു പോകും. എന്നാലോ നിനക്ക് അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ നീ ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണം, അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും പറയണം. വിശ്വസിച്ചാൽ ഇസ്ലാമിന് പുറത്തു പോകും. എന്നാൽ നിങ്ങൾ അറിയുമോ, സുബ്ഹാനല്ലാഹ്, മറ്റൊരു കാര്യം, ഈ ഖൗമിന് രണ്ട് കുഫറുണ്ട്. ഈ പറയുന്ന ആളുകൾ ഇത് രണ്ടുമുണ്ട്. അതാണ് യാഥാർത്ഥ്യം. കാരണം അള്ളാഹുവിനോട് നേരിട്ട് തേടുന്നത് കേട്ടിട്ടുള്ളൊരു മുസ്ലിം KSRTC പോകുന്നത് പോലെയാണ്, എത്തി. എന്നാൽ സിഗാസ നടത്തുന്നത്, അള്ളാഹുവിൻ്റെ ഔലിയായിനെ വിളിച്ച് തേടുന്നത് ഒരു ബെൻസ് കാറിൽ പോകുന്നത് പോലെയാണ്. നോക്കൂ, ഈ വസായിത്ത്, ഈ വിശ്വാസം, ഈ ഇടയാള വിശ്വാസം ഇസ്ലാമിൽ നിന്ന് പുറത്തു വന്ന വിശ്വാസമാണ്. അതേ ഖൗമിൽ അവരംഗീകരിക്കുന്ന, അവർ വലിയ ഇമാമുമാരാണെന്ന് പറയുന്ന സൂഫികൾ അവരെഴുതി വെച്ചത് കാണാം, അവർ പറഞ്ഞത് കാണാം. നമ്മൾ നേരിട്ട് റബ്ബിൽ നിന്ന് വിജ്ഞാനം എടുക്കുന്നവരാണ്, നമ്മൾ നേരിട്ട് റബ്ബിൽ നിന്ന് സന്ദേശം സ്വീകരിക്കുന്ന. നിങ്ങളുടെ അറിവ് അഹ്ലുസുന്നത്തിനോട്, ഹദീസിൻ്റെ ആളുകളോട്, മുസ്ലിമീങ്ങളോട് അവർ പറയും നിങ്ങളുടെ വിജ്ഞാനം ചത്ത വിജ്ഞാനമാണ്, മയ്യിത്തായ ഇൽമാണ്. എന്തുകൊണ്ടാണത്? കാരണം നിങ്ങൾ ഹദീസ് പഠിക്കുന്നു. നിങ്ങളവിടുന്ന് ഹദീസ് നിങ്ങൾ പഠിച്ചത് ഇമാം ബുഖാരി രേഖപ്പെടുത്തിയ ഹദീസ്. ഇമാം ബുഖാരി ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല, മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ഉസ്താദ് ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല, മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ഉസ്താദ് ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല, മരിച്ചുപോയി. അദ്ദേഹം ഹദീസുകളുടെ സഹാബി ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല, മരണപ്പെട്ടു. അദ്ദേഹം ഹദീസ് സ്വീകരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല, വഫാത്തായി. അപ്പം നോക്കൂ, നിങ്ങൾ മയ്യിത്തിൽ നിന്ന് ഹദ്ദസനി ഫുലാൻ ഇന്ന ആളുകൾ എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ സ്വീകരിക്കുന്ന വിജ്ഞാനം അത് ചത്ത വിജ്ഞാനമാണ്. എന്നാൽ ഞങ്ങളുടെ വിജ്ഞാനമോ ഹദ്ദസനി ഖൽബി അർ റബ്ബി, അവരുടെ സനദ് അതാണ്. എൻ്റെ ഖൽബ് എൻ്റെ റബ്ബിൽ നിന്ന് നേരിട്ട് ഉദ്ധരിച്ചിട്ട് പറഞ്ഞു. ഇതാണ് സൂഫികൾ വിശ്വസിക്കുന്നത്. നേരിട്ട് റബ്ബിൽ നിന്ന് വഹി ലഭിക്കുന്നവരാണ്. ഒരു പ്രത്യേക ദീൻ തന്നെ ഉണ്ട് അവർക്ക്. നിങ്ങൾക്കൊക്കെ വാഹിറായ പുറമേക്കുള്ള ഖുർആനും സുന്നത്തൊക്കെ അനുസരിക്കൽ നിങ്ങൾക്കാണ്, ഞങ്ങൾക്ക് അതല്ല. ഞങ്ങളുടെ ദീൻ വേറെയാണ്. ദീനൊരു ബാത്തിനുണ്ട്, ഒരു ലാഹിറുണ്ട്. ആർക്കും അറിയാത്തൊരു രഹസ്യ ദീൻ. അത് തരീഖത്തിൽ ചേർന്നാൽ ഷെയ്ഖ് പഠിപ്പിച്ചു തരും എന്നാണ് പറയുന്നത്. കുഫറിൻ്റെ വിശ്വാസമാണ്.
അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇടയാളം, ഈ പറയുന്ന ഇടയാളത്വം, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കും റബ്ബിനുമിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേണം, നമുക്കും റബ്ബിനുമിടയിൽ പടപ്പ് വേണം എന്ന് വിശ്വസിച്ചാൽ കുഫറാകുന്നതുണ്ട്, നിഷേധിച്ചാൽ കുഫറാകുന്നതുണ്ട്. നിഷേധിച്ചാൽ കുഫറാകുന്നത് ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാതെ നബി നമുക്ക് അള്ളാഹുവിൻ്റെ വഹി ലഭിക്കാൻ വേണ്ടതില്ല, ദീൻ പഠിക്കാൻ റസൂൽ വേണ്ടെന്ന് പറയാം ഇസ്ലാം എന്ന് പറഞ്ഞു. എന്നാൽ ദുആ അങ്ങോട്ട് നീ തേടുമ്പോൾ നീ റബ്ബിനോട് നേരിട്ട് തേടുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിലുള്ളത്. സുബ്ഹാനല്ലാഹ്, ആളുകളെ വഞ്ചിക്കുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഖുർആനും സുന്നത്തും യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കുക. തൗഹീദിൽ ഉറച്ചു നിൽക്കാൻ നമ്മളെപ്പോഴും പരിശ്രമിക്കുക. അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക എന്നതിൽ മാത്രമേ മുസ്ലിം ഉമ്മത്തിന് രക്ഷയുള്ളൂ. ഇത്തരം കെട്ടുപാടുകളിൽ നിന്ന് രക്ഷപ്പെട്ടാലല്ലാതെ ഈ ഉമ്മത്തിന് രക്ഷയില്ല. ആ തൗഹീദ് നമ്മൾ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കി അത് പഠിപ്പിച്ചോളൂ. വളരെ എളുപ്പമുള്ള കാര്യമാണ് തൗഹീദ്. അത് വളരെ ലളിതമാണ്. അതിൽ ഈ രൂപത്തിലുള്ള കെട്ടിക്കൊടുക്കുകളില്ല. അള്ളാഹുവിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക. അത് എത്ര എളുപ്പമുള്ള കാര്യമാണ്, എത്ര വലിയ സ്വാതന്ത്ര്യമാണ്. അതല്ലാത്ത ശിർക്ക് എന്ന് പറയുന്നത് ചങ്ങലക്കെട്ടുകളാണ്. അതിലാണ് പ്രശ്നങ്ങളുള്ളത്. അതാണ് പ്രയാസകരം. അതാണ് യഥാർത്ഥത്തിൽ പ്രയാസകരം. നോക്കൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പദത്തിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലായി. അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ല. ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവനായി അള്ളാഹു അല്ലാതെ മറ്റാരും തന്നെയില്ല. നോക്കൂ നിങ്ങൾ, ഈ റിസാലയിൽ വസതിയ്യ എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് അള്ളാഹുവിൻ്റെ തൗഹീദിലെ തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത് എന്ന ഇനമാണ്. കൂടുതലും ഈ തൗഹീദുൽ ഉലൂഹിയ്യ എന്ന വിഷയം വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്, അത് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്കത് വിശദീകരിക്കാവുന്നത് ഈ ഭാഗത്താണ്, തുടക്കത്തിലുള്ള ഈ ഭാഗത്താണ്. കാരണം ഈ റിസാല എഴുതാൻ പ്രത്യേകം കാരണമുണ്ട്. അദ്ദേഹം എഴുതി കൊടുക്കുന്ന ആളുകൾ ആ വിഷയത്തിൽ, അള്ളാഹുവിൻ്റെ പേരുകളുടെ വിശേഷണങ്ങളുടെ വിഷയത്തിൽ തെറ്റായ വിശ്വാസങ്ങളുള്ള പല ആളുകൾക്കും നടുവിലാണ് ജീവിക്കുന്നത് എന്നതുകൊണ്ട്. നോക്കൂ, ശൈഖുൽ ഇസ്ലാം അതിനുശേഷം പറയുന്നു, വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ മസീദ. വഅശ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അന്ന മുഹമ്മദൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ദുഹു വറസൂലുഹു, അള്ളാഹുവിൻ്റെ അടിമയും റസൂലുമാണ് എന്ന്. സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ മസീദ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അവിടുത്തെ ആലിനും സഹബിനും സലാത്തും സലാമും പറയുന്നു. നോക്കൂ, രണ്ട് ഷഹാദത്തുകൾ ഒരുമിച്ച് ആണുള്ളത്. രണ്ട് ഷഹാദത്തും ഒരു ഷഹാദത്ത് പോലെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത്, മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ഷഹാദത്ത് ഒരൊറ്റ ഷഹാദത്ത് പോലെയാണ്. എന്തുകൊണ്ടാണ്? കാരണം ഒന്നില്ലാതെ മറ്റൊന്ന് പൂർത്തിയാവുകയില്ല. ഒന്ന് മാത്രം ഒരാൾ അംഗീകരിച്ചാൽ മുസ്ലിം ആവുകയില്ല, രണ്ടും അംഗീകരിക്കണം. ഇവിടെ നോക്കൂ, ഈ ഷഹാദത്ത് അടുത്ത ഷഹാദത്തിൻ്റെ വാചകത്തെ എങ്ങനെയാണ് ബലപ്പെടുത്തുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ അടിമയും റസൂലുമാണ്. നോക്കൂ, ഒരു സൃഷ്ടിക്ക് ലഭിക്കാവുന്ന പദവികളിൽ ഏറ്റവും ഉന്നതമായ പദവി അള്ളാഹുവിൻ്റെ അടിമയും അള്ളാഹുവിൻ്റെ റസൂലുമാവുക എന്നതാണ്. അതിനപ്പുറത്ത് പോവുകയില്ല. ഏറ്റവും ശ്രേഷ്ഠമായ പദവിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അള്ളാഹുവിൻ്റെ ഒരടിമ, അവിടെ അള്ളാഹുവിൻ്റെ റസൂൽ, ഇതിനപ്പുറത്ത് ഒരു പടപ്പിനെ നേടിയെടുക്കാവുന്ന ഒരു പദവിയില്ല. സുബ്ഹാനല്ലാഹ്, എങ്ങനെയാണ് ഉലൂഹിയ്യത്ത്, ആരാധിക്കപ്പെടാനുള്ള അർഹത, ഇലാഹിയ്യത്ത് അള്ളാഹു അല്ലാത്തവർക്ക് പിന്നെ വകവെച്ചു കൊടുക്കാൻ ഒരു ബുദ്ധിയുള്ള ഒരാൾക്ക് സാധിക്കുക? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതില്ല എങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് എന്താണ്? ഇലാഹാണെന്നാണോ? അല്ല, അബ്ദും റസൂലുമാണ്, അള്ളാഹുവിൻ്റെ അടിമയും റസൂലുമാണ്. അതിനപ്പുറത്തൊരു പദവി ഒരു പടപ്പിന് നേടിയെടുക്കുക സാധ്യമല്ല. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ പദവി, അബ്ദും റസൂലും, അള്ളാഹുവിൻ്റെ അടിമയും റസൂലും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അള്ളാഹുവിൻ്റെ അടിമയാവുക എന്നതൊരു നിസാരമായ പദവിയാണ്? അല്ല, അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമയാവുക എന്നതാണ് ഏറ്റവും ഉന്നതമായ പദവി. അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമയാകാൻ നീ വിസമ്മതിച്ചാൽ, അതിൽ നിന്ന് നീ പിന്നോട്ട് പോയാൽ, നീ പിശാചിൻ്റെയും നിൻ്റെ ദേഹേച്ഛയുടെയും അടിമയായിത്തീരും.
അലിമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ ഹറബു മിനർ റിഖില്ലദീ ഖുലിഖൂ ലഹു വബുലു ബിറിഖിൻ നഫ്സി വശൈത്താനി. അവർ ഏതൊരു അടിമത്തത്തിനു വേണ്ടിയാണോ പടക്കപ്പെട്ടത് അതിൽ നിന്ന് അവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ സ്വന്തം നഫ്സിൻ്റെയും ഷെയ്ത്താൻ്റെയും അടിമയാവുക, ആ അടിമത്തത്തിൽ അവർ പോയി പതിച്ചു. അള്ളാഹു നമ്മെ സൃഷ്ടിച്ച് അവൻ്റെ അടിമയാകാനാണ്. അത് ഉന്നതമായ പദവിയാണ്. അതുകൊണ്ടാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉന്നതമായ സ്ഥാനങ്ങൾ, നബിയെക്കുറിച്ച് ഉന്നതമായ വിശേഷണങ്ങൾ പറയുമ്പോൾ അള്ളാഹു പറഞ്ഞത് അള്ളാഹുവിൻ്റെ അടിമയാണ് എന്ന്. നോക്കൂ, അള്ളാഹു പറഞ്ഞു തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി. അള്ളാഹു അവൻ്റെ അടിമക്ക് ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നു. വഇൻ കുൻതും ഫി റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, നമ്മുടെ അടിമക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ നിങ്ങൾക്ക് സംശയമുണ്ട് എങ്കിൽ ഇതുപോലൊന്ന് കൊണ്ടുവരൂ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ. ഇസ്റാ മിഅ്റാജിനെ കുറിച്ച് പറഞ്ഞ സൂറത്തുൽ ഇസ്രായിൽ ആയത്തിൽ തൻ്റെ അടിമയെ രാപ്രയാണം ചെയ്യിച്ച മസ്ജിദുൽ അഖ്സയിലേക്ക് ഹറമിൽ നിന്ന് ഒരൊറ്റ രാത്രി കൊണ്ടുപോയ അള്ളാഹു എത്ര പരിശുദ്ധനാണ്. അവിടെയെല്ലാം അബ്ദ് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു വിശേഷിപ്പിച്ചു. കാരണം അള്ളാഹുവിൻ്റെ അടിമയാവുക, അള്ളാഹുവിനെ അനുസരിക്കുക, അവനെ ഇബാദത്ത് ചെയ്യുക, അത് ഏറ്റവും ഉന്നതമായ പദവികളിലൊന്നാണ്. പിന്നെ റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ്. നോക്കൂ നിങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന രണ്ട് കക്ഷികൾക്ക് ഇതിൽ മറുപടിയുണ്ട്. അബ്ദാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിൻ്റെ അടിമയാണ്, അതുകൊണ്ട് ആരാധിക്കാൻ പാടില്ല. അബ്ദുൻ ലാ യുഅബദ്, റസൂലാണ്, അള്ളാഹുവിൻ്റെ ദൂതനാണ്, അതുകൊണ്ട് ലാ യുകദ്ദബ്, നിഷേധിക്കാൻ പാടില്ല. നബിമാരെ ആരാധിച്ചവരാണ് നസ്രാനികൾ, നബിമാരെ തള്ളിക്കളയുകയും കൊന്നുകളയുകയും ചെയ്തവരാണ് യഹൂദികൾ. നോക്കൂ, മുസ്ലിമീങ്ങളിൽ ഈ രണ്ട് സ്വഭാവവും വീര്യം കൂടിയതും കുറഞ്ഞതുമായ അളവിൽ നമുക്ക് പിഴച്ച കക്ഷികളിൽ കാണാം. ഒന്നുകിൽ എന്ത് ചെയ്യും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹുമാനത്തിൻ്റെ പരിധി വിട്ട് ആരാധിക്കും, അതല്ലെങ്കിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളെ തള്ളിക്കളയുന്ന പിഴച്ച വഴിയിലേക്ക് പോകും. രണ്ടും പിഴച്ച വഴികളാണ്, യഹൂദികളോടും നസ്രാനികളോടും സാദൃശ്യപ്പെടുന്ന വഴികളാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂലാണ്, നീ അത് അംഗീകരിക്കണം, തള്ളിക്കളയാൻ പാടില്ല. നിൻ്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, ശാസ്ത്രത്തിന് യോജിക്കുന്നില്ല എന്നൊന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ്, അതോടൊപ്പം ആബിദാണ്, അടിമയാണ്, ആരാധിക്കാൻ പാടില്ല. ആരാധിക്കേണ്ടത് ആബിദിൻ്റെ റബ്ബിനെയാണ്. ആബിദായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാധിച്ചോ റബ്ബിനെ. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ഈ രണ്ട് വിശ്വാസത്തെക്കുറിച്ച് ചിന്തിച്ചാൽ അതിൻ്റെ ഇസ്സത്ത് എത്രയാണ്, അതിൻ്റെ പ്രൗഢി എത്രയാണ്, അതുകൊണ്ട് ലഭിക്കുന്ന സ്ഥാനം എത്രയാണ് എന്ന് നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ലോകത്ത് മറ്റുള്ള കക്ഷികൾ നിങ്ങൾ നോക്കിയാൽ, ഒന്നുകിൽ നിങ്ങൾ നോക്കൂ, വലിയ വലിയ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള, ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള, ലോകത്തെ ഏറ്റവും പ്രശസ്തരായ ഡോക്ടർമാരിൽ ചിലർ, അവരിൽ പലരും ആൾദൈവങ്ങളുടെ അടിമകളാണ്. ആൾദൈവങ്ങൾ നടത്തുന്ന ഹോസ്പിറ്റലുകളിൽ സൗജന്യമായി സേവനം ചെയ്തു കൊടുക്കുന്നു. ഇയാൾ പുറത്തിരുന്നെങ്കിൽ അയാൾക്ക് ലക്ഷങ്ങൾ ഫീസ് വരുമായിരുന്നു. എന്തുകൊണ്ടാണ്? അവരോടുള്ള ഭക്തി കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ, ദുനിയാവിൽ ഒന്നും പഠിച്ചിട്ടില്ലാത്ത കൂലിപ്പണി എടുക്കുന്ന ഒരാൾ അല്ലാഹുവെങ്കിൽ എത്ര 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 പദവികൾ നേരത്തെ പറഞ്ഞ ആളെക്കാളും ശ്രേഷ്ഠതയുള്ള ആളാണ് എന്ന് ചിന്തിച്ച് നോക്കൂ. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഏറ്റവും വലിയ ഹക്ക് ഇയാൾ പഠിച്ചിരിക്കുന്നു. അതുപോലെ നോക്കൂ, ആളുകൾ പലരും കെട്ടിയുണ്ടാക്കിയ പ്രത്യയ ശാസ്ത്രങ്ങളെ തലയിലേറ്റി നടക്കുന്ന, അത് തെറ്റുകയില്ല. ഇത് കാർൽ മാർക്സ് പഠിപ്പിച്ചതാണ്, ഇത് ഏംഗൽസ് പഠിപ്പിച്ചതാണ്, തെറ്റുകയില്ല. അത് പ്രയോഗവൽക്കരിച്ചെടുത്ത് തെറ്റിപ്പോയതാണ്, തെറ്റുകയില്ല ഒരിക്കലും, അവരെഴുതിയതാണ്. ആളുകൾ കെട്ടിയുണ്ടാക്കിയ പ്രത്യയശാസ്ത്രങ്ങൾ, ഇത് നമ്മുടെ സൂഫി മദ്ഹബിൻ്റെ ഷെയ്ഖ് പറഞ്ഞതാണ്, തെറ്റിപ്പോവുകയില്ല. ഇത് ഞങ്ങളുടെ സംഘടന പറഞ്ഞത്, തെറ്റുകയില്ല. ഇതൊരിക്കലും ബാക്കി എന്ത് തെറ്റിയാണ് ദുനിയാവിൽ, ഞങ്ങളെടുത്ത നിലപാട് തെറ്റുന്ന പ്രശ്നമില്ല. എന്ത് തെറ്റു, ഞങ്ങളെടുത്ത നിലപാട് തെറ്റില്ല. ഇതെല്ലാം സുബ്ഹാനല്ലാഹ്, നോക്കൂ നിങ്ങൾ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ അബ്ദും റസൂലുമാണ് എന്നതിൽ നിന്ന് ചെറുതോ വലുതോ ആയ രൂപത്തിൽ വഴിതെറ്റുന്ന ഇടങ്ങളാണ്. ഇത് യഥാർത്ഥ രൂപത്തിൽ ഒരാൾ സാക്ഷാത്കരിച്ചാൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ അബ്ദും റസൂലുമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന രണ്ട് സാക്ഷ്യങ്ങൾ യഥാർത്ഥത്തിൽ ഒരാൾ സാക്ഷാത്കരിച്ചാൽ തന്നെ ദുനിയാവിലെല്ലാ പ്രശ്നത്തിനും അത് പരിഹാരമാണ്.
ദുനിയാവിലെല്ലാ പ്രശ്നത്തിനും ഇത് പരിഹാരം, പരലോകത്തെ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. ഖലാസും ഇത്തിബാഉം, ഖലാസും ഇത്തിബാഉം, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, റബ്ബിന് വേണ്ടി ജീവിക്കുക, അവൻ്റെ തൃപ്തി നേടാൻ, ആളുകളെ കാണിക്കാനല്ല. അതായത് തൗഹീദിനെതിരാണ്. വലിയ ശിർക്കാകുകയില്ലെങ്കിലും ചെറിയ ശിർക്കാണ് റിയാ, സുമഅത്ത് എന്നൊക്കെ പറയുന്നത്, ആളുകളെ കാണിക്കാൻ പ്രവർത്തിക്കുക, ലോകമാന്യം. നോക്കൂ, നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും വരുന്നത് ഇതുകൊണ്ടാണ്. അയാളെന്ത് വിചാരിക്കും, ഇയാളെന്ത് വിചാരിക്കും, ഈ കാര്യം കൊണ്ട്. അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനെതിരെ ഒരാളുടെ വാക്കിനും സ്ഥാനം കൊടുക്കാതിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് ശരി. നബി അല്ലാതെ നീ അതുപോലെ പിൻപറ്റാൻ ദുനിയാവിൽ ഒരു പടപ്പിനും അർഹതയില്ല. ഒരാൾക്കും, സുബ്ഹാനല്ലാഹ്, ഒരാൾക്കും അതുപോലെ നീ പിൻപറ്റാൻ, അതുപോലെ വാക്ക് നീ തലയിലേറ്റാൻ, തലയിലും നെഞ്ചിലും ഏറ്റാൻ ഒരാൾക്കും അള്ളാഹു അർഹത നൽകിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്, ഈ ദീൻ ഇസ്ലാം നമുക്ക് നൽകുന്ന ഇസ്സത്ത് എത്ര വലുതാണ്. ഇത് നമുക്ക് നൽകുന്ന യഥാർത്ഥ സ്വാതന്ത്ര്യം, അള്ളാഹുവിൻ്റെ അടിമയാവുക എന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. അത് എത്ര വലുതാണെന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഇതിൻ്റെ അർത്ഥ തലങ്ങളെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ചിന്തിച്ചാൽ, ഒരുപാട് ആലോചിച്ചാൽ നമുക്ക് ഒരുപാട് ഫത്ഹ് നമ്മുടെ ഹൃദയത്തിൽ നൽകും. എന്തെല്ലാം പ്രശ്നങ്ങൾക്കിത് പരിഹാരമാണെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ആണ് ഈ ദീനിൻ്റെ അടിസ്ഥാന പാഠങ്ങളാണിത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിൽ ഉറച്ചു നിൽക്കാനും ഇസ്ലാമിലും അഹ്ലുസുന്നത്തിൻ്റെ വഴിയിലുമായി മരണപ്പെടാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.